പഞ്ചതന്ത്രം കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിത്രഭേദം എന്ന ആദ്യത്തെ തന്ത്രത്തിലെ 6ാമത്തെ കഥയാണ് ഇന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ദമനകൻ സാമർഥ്യത്തോടെ ആരും അറിയാതെ ഒളിപ്പിച്ച് വെച്ച ഒരു നുണ കണ്ടുപിടിക്കാൻ സാക്ഷാൽ ബ്രഹ്മാവിന് പോലും സാധിക്കില്ല എന്ന്. ചാലിയൻ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ രാജകുമാരിയെ പ്രാപിച്ച കഥ കേട്ടിട്ടില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ കഥ അറിയില്ല എന്ന് കരടകൻ പറഞ്ഞപ്പോൾ ദമനകൻ ആ കഥ പറയുകയാണ്. ഒരിടത്ത് രണ്ട് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സായിട്ട് ഒരു ചാലിയനും ഒരാശാരിയും ഉണ്ടായിരുന്നു. അവർക്കിങ്ങനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അത്രയ്ക്കും സൗഹൃദമായിരുന്നു അവർ തമ്മിൽ എന്നാണ് പറയണത്. ഒരിക്കൽ ആ നാട്ടിലെ അമ്പലത്തിൽ വലിയ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ആളുകൾ അങ്ങനെ തിക്കി തിരക്കി ഉത്സവം കാണാൻ വരുമല്ലോ. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടി ഈ ചങ്ങാതിമാർ രണ്ടുപേരും കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ചുറ്റി നടന്നു. ആ സമയത്ത് ഈ രാജാവിൻ്റെ മകള് അവിടുത്തെ രാജാവിൻ്റെ മകള് രാജകുമാരി ഒരു ആനപ്പുറത്ത് കയറി തൊഴാൻ വന്നു അത്രേ. അപ്പം ചാലിയൻ ഇങ്ങനെ നടക്കണതിൻ്റെ ഇടയിൽ ഈ ആനപ്പുറത്ത് വന്നിറങ്ങിയ രാജകുമാരിയെ കണ്ടു. അവളെ കണ്ടപ്പോൾ തന്നെ ഈ മൂർച്ഛിച്ച് വീണു അത്രേ കാമം കൊണ്ട്. അപ്പോൾ ആശാരി അയാളെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ചാലിയന് ബോധം വന്നു. അപ്പോൾ ആശാരി ഇയാളോട് ചോദിച്ചു, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ചാലിയൻ പറഞ്ഞു, നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ചീതയൊരുക്കിത്താ എന്ന് പറഞ്ഞു. ആശാരിക്ക് വിഷമായി. അത്രയും സൗഹൃദമാണ്, കൂട്ടുകാരാണ്, അത്ര വലിയ കൂട്ടുകാരാണ് ഇവർ രണ്ടാളും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആശാരിക്ക് വിഷമായി. അപ്പോൾ ആശാരി ഇത്രയും ദുഃഖം ഉണ്ടാവാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിപ്പോൾ മരിക്കേ പറ്റുള്ളൂ, അത്രയ്ക്കും സാധിക്കാത്തൊരു കാര്യം ആണ് എൻ്റെ മനസ്സിൽ ഒരു മോഹം. അപ്പോൾ ആശാരി ഇങ്ങനെ സമാധാനിപ്പിച്ചു, കാര്യം പറയേ, സാധിക്കാത്ത യാതൊരു കാര്യവും ഇല്ല. സാധിച്ചില്ല എന്ന് വെച്ചാൽ ഞാൻ നിൻ്റെ കൂടെ തീ ചാടാം എന്ന് പറഞ്ഞു. അപ്പം ചാലിയൻ പറഞ്ഞു, ചങ്ങാതി ഉത്സവത്തിന് ആനപ്പുറത്ത് കയറി വന്ന ആ രാജകുമാരിയെ കണ്ടപ്പോൾ മുതൽ എനിക്ക് അവളോട് വല്ലാത്തൊരു ഇഷ്ടം എന്ന് പറഞ്ഞു. ആശാരി ചോദിച്ചു, ഇത്രയുള്ള കാര്യം നിനക്ക് ഞാൻ അവളുമായിട്ട് സംഗമിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരാം, എന്നാൽ പോരെ എന്ന് ചോദിച്ചു. ചാലിയൻ അത്ഭുതമായി. അന്തപുരത്തിൽ പ്രാണവായുവിനല്ലാതെ ഒരീച്ചയ്ക്ക് പോലും കയറാൻ പറ്റില്ല. ആ സ്ഥിതിക്കിപ്പോൾ ഞാൻ എങ്ങനെയാ അവിടെ ചെല്ലുക എന്ന് ചാലിയൻ ചോദിച്ചു. അപ്പോൾ ആശാരി പറഞ്ഞു, ബുദ്ധിശക്തി കൊണ്ട് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അയാൾ ഒരു മരം കൊണ്ട് വലിയൊരു ഗരുഡനെ ഉണ്ടാക്കി. എന്നിട്ട് ചില യന്ത്രങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ട് ആകാശത്തിൽ കൂടെ പറക്കാൻ പറ്റണ പോലെയാക്കി. അപ്പോൾ ഗരുഡൻ ആകാശത്തിൽ കൂടി പറക്കാൻ പറ്റുന്ന ആശാരിയാണല്ലോ, അപ്പോൾ പല സൂത്രങ്ങളും അറിയാം. അങ്ങനെയുള്ള ഒരു ഗരുഡനെ ഉണ്ടാക്കി, ആകാശത്തിൽ കൂടി പറക്കാൻ പറ്റുന്ന ഒരു ഗരുഡനെ ഉണ്ടാക്കി. എന്നിട്ട് ചാലിയനെ മഹാവിഷ്ണുവിൻ്റെ വേഷമൊക്കെ കെട്ടിച്ച് ഗരുഡൻ്റെ പുറത്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, നീയേ ഈ വിഷ്ണു രൂപത്തിലെ രാജകുമാരിയുടെ 7ാം നിലയുടെ മുകളിൽ ചെന്നിട്ട് അവളെ വിളിക്ക്. അവൾ നിന്നെ സാക്ഷാൽ മഹാവിഷ്ണു ആണെന്ന് കാണുമ്പോൾ തോന്നും, അവൾ വിചാരിക്കും. അപ്പോൾ അവളെ സന്തോഷിപ്പിച്ച് അവളുടെ കൂടെയാണ് കഴിഞ്ഞോ എന്ന് പറഞ്ഞു. ചാലിയൻ എന്നിട്ട് ഗരുഡൻ്റെ പുറത്ത് കയറി പറന്ന് രാജധാനിയിൽ ചെന്നു. രാജകുമാരിയെ വിളിച്ചു, പറഞ്ഞു, കുമാരി, നിന്നെ കാണാൻ വേണ്ടി ലക്ഷ്മി ദേവിയെയൊക്കെ വിട്ട് പാലാഴിയിൽ നിന്ന് ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗരുഡൻ്റെ മുകളിൽ ചതുർഭുജ് 4 തൃക്കൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആശാരി. കൗസ്തുഭവും ശ്രീവത്സവും എല്ലാം ഉണ്ട്, മഹാവിഷ്ണുവിൻ്റെ രൂപം തന്നെ. രാജകുമാരിക്ക് വിസ്മയായി കണ്ടപ്പോൾ. എന്നിട്ട് വിനയത്തോടെ പറഞ്ഞു, അവിടുന്ന് അടിയൻ്റെ അച്ഛനോട് അടിയനെ അവിടത്തേക്ക് തരാൻ പറയൂ എന്ന് പറഞ്ഞു. അപ്പം ചാലിയൻ അത് ഇഷ്ടമായില്ല. ഞാൻ സാധാരണക്കാരുടെ മുമ്പിലൊന്നും പ്രത്യക്ഷപ്പെടാറില്ല. നീ ആ ഗോകുലത്തിലുണ്ടായിരുന്ന രാധാദേവിയുടെ അവതാരാണ്.
അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഗാന്ധർവ വിധിപ്രകാരം ഒന്നാവാം എന്ന് പറഞ്ഞു. അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിൻ്റെ അച്ഛനെയും കുലവും ഒക്കെ ശപിച്ചു ഭസ്മാക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഗരുഡൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി. ഇങ്ങനെ പേടിയാണ്, അതുപോലെ ലജ്ജയാണ്, അങ്ങനെയൊക്കെ നിൽക്കണ അവളെ അടുത്ത് ചെന്ന് അവളെ വശപ്പെടുത്തി. എന്നിട്ട് സുഖമായിട്ട് അങ്ങനെ കഴിഞ്ഞു രാത്രി. ഇതൊരു പതിവായി. ദിവസവും ഇയാൾ ചെല്ലും. ദിവസം കുറേ കഴിഞ്ഞപ്പോൾ അന്തഃപുരത്തിലെ കാവൽക്കാർക്കൊരു സംശയം. അവരിങ്ങനെ തമ്മിൽ പറഞ്ഞു, രാജകുമാരിയെ കണ്ടാലേ ഒരു പുരുഷൻ്റെ കൂടെ കഴിഞ്ഞുകൂടണ പോലെ ഉണ്ടല്ലോ, നമുക്ക് രാജാവിനോട് പോയി കാര്യം പറയാം. ഈ കുമാരി ആയാലും അതുപോലെ കല്യാണം കഴിഞ്ഞാൽ കുമാരി അല്ലാതെ ആയാലും കണ്ടാൽ മനസ്സിലാവും എന്നാണ് പറയണത്. അപ്പോൾ അവർ പോയി രാജാവിനോട് പറഞ്ഞു, രാജകുമാരിയെ കണ്ടാലേ ഒരു പുരുഷൻ്റെ കൂടെ രാത്രി കഴിയണ പോലെ കണ്ടാൽ തോന്നും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജാവിന് ഭയങ്കര വിഷമായി. പെൺകുട്ടികളുടെ അച്ഛനായി തീരാ എന്ന് പറഞ്ഞാൽ മഹാ ദുഃഖം തന്നെയാണ്. ഈ മക്കളെ ചൊല്ലി എപ്പോഴും ആധി പിടിക്കാനേ നേരമുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രാജാവ് രാജ്ഞിയെ വിളിച്ചു. അന്തഃപുരത്തിൽ ആരാ പ്രവേശിച്ചത് എന്ന് അറിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പം രാജ്ഞിക്കും വലിയ വിഷമായി. വേഗം ചെന്ന് മകളെ കണ്ടു. ആരാ നിൻ്റെ അടുത്ത് വരണത് രാത്രിയിലെ ദിവസവും, സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം രാജകുമാരി ലജ്ജയും ഒക്കെ ആയിട്ട് അഭിനയിച്ചു. മുഖം കുനിച്ച്, അമ്മേ സാക്ഷാൽ മഹാവിഷ്ണുവാണ്, ദിവസവും രാത്രി ഗരുഡൻ്റെ പുറത്ത് ഇവിടെ വരും. വിശ്വാസമില്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ മറഞ്ഞിരുന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. രാജ്ഞിക്ക് സന്തോഷമായി. അത് വേഗം ചെന്ന് രാജാവിനോടും പറഞ്ഞു. രാജാവിനും സന്തോഷമായി. രാത്രിയിൽ എന്നിട്ട് രാജാവും രാജ്ഞിയും കൂടി ജനാലയ്ക്കൽ പോയിട്ട് കുളിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഗരുഡാരൂഢനായിട്ട് ശംഖചക്രഗദ പത്മപാണിയായിട്ട് ശ്രീവത്സ കൗസ്തുഭമൊക്കെ അലങ്കൃതനായി പീതാംബരധാരിയായി ശ്രീനാരായണൻ അങ്ങനെ ആകാശത്തുനിന്ന് ഇറങ്ങി വരണത് അവർ കണ്ടു. അപ്പം രാജാവ് രാജ്ഞിയോട് പറഞ്ഞു, നമ്മളെപ്പോലെ ധന്യരായിട്ട് ഈ ലോകത്താരുമില്ല. ഇനി ഈ ജാമാതാവിൻ്റെ മരുമകൻ്റെ പ്രഭാവം കൊണ്ട് നമുക്ക് ഈ ഭൂമി മുഴുവനും കീഴടക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം ഈ രാജാവ് മറ്റ് രാജാക്കന്മാരോടൊക്കെ അപമര്യാദയായിട്ട് മര്യാദ വിട്ട് പെരുമാറാൻ തുടങ്ങി. കുറച്ച് അഹങ്കാരം വന്നു. അത് സഹിക്കാതെ മറ്റുള്ള രാജാക്കന്മാരെല്ലാവരും കൂടി അദ്ദേഹത്തിനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. കുറച്ച് ദിവസത്തിനകം ഈ രാജ്യത്തിലെ എല്ലാ ഭാഗവും ശത്രുക്കൾ പിടിച്ചടക്കി. കോട്ട മാത്രം ബാക്കി, രാജാവിൻ്റെ കോട്ട മാത്രമേ ബാക്കിയുള്ളൂ എന്നായി. അപ്പോൾ രാജാവ് ഈ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലുള്ള ചാലിയന് കുറേ വിശിഷ്ട വസ്തുക്കളൊക്കെ സമർപ്പിച്ചിട്ട് മകളോട് പറഞ്ഞു, ഇതൊക്കെ മഹാവിഷ്ണുവിന് കൊടുത്ത് എന്നിട്ട് നാളെ രാവിലെ ഞാൻ സ്ഥാനഭ്രഷ്ടനായിത്തീരുന്നതിന് മുമ്പ് അങ്ങ് യുക്തം പോലെ ചെയ്യണം എന്ന് അദ്ദേഹത്തോട് പറയണം എന്ന് മകളെ ചട്ടം കെട്ടി. അത് കേട്ട് ചാലിയൻ ആലോചിച്ച്, രാജാവ് സ്ഥാനഭ്രഷ്ടനായി കഴിഞ്ഞാൽ പിന്നെ ഈ രാജകുമാരിയെ പിരിയേണ്ടി വരും അല്ലേ, അതുകൊണ്ട് ഗരുഡാരൂഢനും ആയുധപാണിയും ഒക്കെ ആയി നാളെ രാവിലെ ശത്രുക്കളുടെ മുമ്പിൽ ഞാൻ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടണം. ഞാൻ ഈ ശരിക്കും ശ്രീ മഹാവിഷ്ണു ആണ് എന്ന് തന്നെ ശത്രുക്കൾ കരുതിക്കോളും. അല്ലെങ്കിലും ഇനിയിപ്പോൾ ഇതിൽപ്പെട്ട് മരിച്ചു പോയാലും സാരമില്ല എന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ചു. ഇങ്ങനെ നിശ്ചയിച്ചിട്ട് അയാൾ രാജകുമാരിയോട് പറഞ്ഞു, രാവിലെ സൈന്യങ്ങളെ വിളിച്ചു കൂട്ടി നിൻ്റെ അച്ഛൻ യുദ്ധത്തിന് പോട്ടെ. ഞാനെങ്ങനെ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ശത്രുക്കളെ ഒക്കെ തോൽപ്പിക്കാം. എന്നെ കണ്ട് അവർ പേടിച്ചോടുമ്പോൾ നിൻ്റെ അച്ഛൻ അവരെ കൊല്ലട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാജാവ് പുലർച്ചയ്ക്ക് തന്നെ സൈന്യങ്ങളെയൊക്കെ ഒരുക്കി യുദ്ധത്തിന് പുറപ്പെട്ടു. ചാലിയനും മരിച്ചാലും കൊള്ളാം എന്ന് വിചാരിച്ചിട്ട് വില്ലും പിടിച്ച് ഗരുഡൻ്റെ മുകളിൽ കയറി ആകാശത്തിൽ യുദ്ധത്തിന് ഒരുങ്ങി നിന്നു. ആ സമയത്ത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ സാക്ഷാൽ ശ്രീനാരായണൻ ജ്ഞാനദൃഷ്ടിയാലേ ഇതെല്ലാം അറിഞ്ഞു എന്നാണ് പറയണത്. ഗരുഡനെ സ്മരിച്ചു. അപ്പോൾ ഗരുഡൻ വേഗം ഭഗവാന്റെ അടുത്തെത്തി ചോദിച്ചു,
എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം ഭഗവാൻ പറഞ്ഞു ചിരിച്ചിട്ട്, ഒരു ചാലിയനുണ്ട് എൻ്റെ രൂപം ധരിച്ച് മരം കൊണ്ടുള്ള ഒരു ഗരുഡൻ്റെ പുറത്ത് കയറി ചെന്ന് ഒരു രാജകുമാരിയെ പ്രാപിച്ചു. ആ വാർത്ത നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഗരുഡൻ പറഞ്ഞു, ദേവാ, അവൻ്റെ കാട്ടായങ്ങൾ ചിലതൊക്കെ ഞാനും അറിഞ്ഞു. ഇപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആ ചാലിയൻ ഇന്ന് മരിക്കാൻ ഒരുങ്ങി പടയ്ക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ആയുധവിദ്യ ഒന്നും അവനറിയില്ല. അവനാണെങ്കിൽ ഇപ്പം തന്നെ, ഇപ്പോൾ യുദ്ധം തുടങ്ങിയ അപ്പം തന്നെ അവൻ അമ്പ് കൊണ്ട് ചാവും. അവൻ ചത്തിട്ടുണ്ടെങ്കിൽ എനിക്കും നിനക്കും, എന്നുവെച്ചാൽ ഭഗവാനും ഗരുഡനും യുദ്ധത്തിൽ ചത്തു വീണു എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങും. പിന്നീട് ഒരു മനുഷ്യനും നമ്മളെ പൂജിക്കില്ല. അതുകൊണ്ട് നീ ഉടൻ തന്നെ മരം കൊണ്ടുള്ള ആ ഗരുഡനിൽ പ്രവേശിക്കുക. അതുപോലെ ഞാൻ ചാലിയൻ്റെ ദേഹത്തിലും പ്രവേശിക്കാം എന്ന് പറഞ്ഞു. ശ്രീനാരായണ ഭഗവാൻ ചാലിയൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചു. ഭഗവാന്റെ മഹാത്മ്യം കൊണ്ട് ശത്രുക്കളെല്ലാം വധിക്കപ്പെട്ടു. അത് കണ്ടിട്ട് ചാലിയൻ സന്തോഷമായി ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായത് ഈ ചാലിയനാണ് ഇതെന്ന്. മന്ത്രിമാരും ജനങ്ങളും ഒക്കെ അവനെ തിരിച്ചറിഞ്ഞു. അവരിങ്ങനെ അത്ഭുതമായിട്ട് നോക്കി നിന്നു. അപ്പോൾ ചാലിയൻ ആദ്യം മുതലുള്ള വർത്തമാനമൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. അപ്പം ചാലിയൻ്റെ ഇത്രയും വലിയ സാഹസം കേട്ടിട്ട് രാജാവിന് സന്തോഷമായി. ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ മകളെ ചാലിയന് വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണ് പറയണത്. രാജ്യവും നൽകി. ചാലിയൻ രാജകുമാരിയുടെ കൂടെ അങ്ങനെ രാജഭോഗങ്ങളൊക്കെ അനുഭവിച്ചങ്ങനെ സുഖമായി ഇരിക്കുകയും ചെയ്തു എന്നാണ് ദമനകൻ പറഞ്ഞ കഥ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ദമനകൻ പറയാം, കള്ളം നല്ല സാമർഥ്യം, എത്ര വലിയ നുണയാണെങ്കിലും നല്ല സാമർഥ്യമായിട്ട് ഒളിപ്പിച്ച് വെച്ചാൽ അത് ബ്രഹ്മാവിന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ കക്കാൻ പഠിക്കാൻ നിൽക്കാനും പഠിക്കണം എന്ന് നമ്മുടെ ഒരു ചൊല്ലുണ്ട് അല്ലേ, അത് തന്നെയാണ് ഇത് പറഞ്ഞത് ദമനകൻ. അപ്പം ഈ കഥ കേട്ടപ്പോൾ കരടകൻ പറഞ്ഞു, ശരിയായിരിക്കും, എന്നാലും ബുദ്ധിശാലിയായ ഈ സഞ്ജീവകൻ, അതുപോലെ ഉഗ്ര സ്വഭാവമുള്ള സിംഹം, ഇവരെ രണ്ടുപേരെയും പിരിക്കാനുള്ള ശക്തി നിനക്കുണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദമനകൻ പറഞ്ഞു, പരാക്രമം കൊണ്ടല്ല, സൂത്രം ഉപയോഗിച്ച് വേണം കാര്യം. കുറുക്കൻ നല്ല സൂത്രമുള്ള ആളാണ് അല്ലേ. അപ്പോൾ സൂത്രം കൊണ്ട് വേണം കാര്യം നേടാൻ. കാക്കപ്പെണ്ണെ കൃഷ്ണസർപ്പത്തെ കൊല്ലിച്ച കഥ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കാക്കപ്പെണ്ണ് കൃഷ്ണസർപ്പത്തെ കൊല്ലിച്ച കഥയും കരടകൻ കേട്ടിട്ടില്ല. അപ്പോൾ കരടകൻ ആ കഥ പറയും. ആ കഥ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.